എന്റെ അച്ഛ ഈ അടുക്കളക്കകത്ത് പുകയ്ക്കകത്ത് ഇങ്ങനെ നിൽക്കാതെ ഒന്ന് ഇറങ്ങി പോകുന്നുണ്ടോ? ഓ, ആ പാത്രത്തിനകത്ത് കൈ ഇടരുതേ. എന്ത് സാധനം വെച്ചാലും അപ്പൊ ഇറങ്ങി പോച്ചാ പോ. കണ്ടോ, എന്റെ മരുമോളാണ്, അവളുടെ സ്വഭാവം നിങ്ങൾ കണ്ട. എന്നെ കണ്ണെടുത്ത് അവക്ക് കണ്ടൂടാ. എനിക്ക് വേണ്ട വല്ല കാര്യങ്ങളും അവൾ ചെയ്തു തരണ്ട. എനിക്കൊരു ചായ തിളപ്പിച്ച് തരൂല, വെള്ളം ചൂടാക്കി തരൂല, ഒരു ഇഷ്ടപ്പെട്ട കറി പോലും വെച്ച് തരൂലേ. ഇങ്ങനെ ഒരു മുടിഞ്ഞവളെ ആണല്ലോ ദൈവമേ എന്റെ മോന് കെട്ടാൻ തോന്നിയത്. ഒന്നുമില്ലടി, ഒന്നും പറഞ്ഞില്ലെന്ന്. ഞാൻ കേട്ടല്ലോ. അല്ല, നീ എനിക്ക് വെള്ളം ചൂടാക്കി തരൂല എന്നൊന്നും വെള്ളം ചൂടാക്കി തരില്ലോ. ദൈവമേ, എന്നും ഞാൻ എഴുന്നേറ്റ ഉടനെ ആദ്യം ചെയ്യുന്നത് ഇങ്ങേർക്കൊരു കാലം വെള്ളം ചൂടാക്കി കുളിമുറി കൊണ്ട് വെക്കുക. എന്ന് ഞാൻ ഉണ്ടാക്കി തരത്തില്ല വെള്ളം. എന്നിട്ട് അച്ഛൻ കുളിക്കുന്ന എപ്പോഴാ? വൈകുന്നേരം. കണ്ട, രാവിലെ വെള്ളം ചൂടാക്കി കൊടുക്കും, വൈകുന്നേരം കുളിക്കും. അച്ഛന് ഇപ്പൊ ചൂടുവെള്ളം വേണോ തണുത്ത വെള്ളം വേണോ കുളിക്കാൻ? എനിക്ക് ചൂടുവെള്ളത്തിൽ കുളിക്കണമെന്നാണ് എന്നോട് ഡോക്ടർ പറഞ്ഞേക്കണത്. പക്ഷെ ആ തിളച്ച വെള്ളത്തിൽ ഞാനങ്ങനെ കുളിക്കും. അപ്പൊ ഞാനത് ആറാൻ വേണ്ടി കാത്തിക്കും, വൈകുന്നേരം ആവുമ്പോ ഞാൻ കുളിക്കും. അത്രേ ഉള്ളൂ. എന്നെ ഇങ്ങനെ കഷ്ടപ്പെടുത്തണം, അത് മാത്രമേ ഉള്ളൂ അച്ഛന്. അതൊക്കെ പൊട്ടറി. എന്താണ് ഇവിടെ കഴിക്കാനുള്ളതെന്ന്? കറി, ചോറും സാമ്പാറും. ഓ എന്റെ ദൈവമേ, 17 വർഷമായി ഇവിടെ ഈ കുടുംബത്തോട്ട് കെട്ടിയെടുത്തിട്ട് അന്ന് കൊടുക്കുക ഒടുക്കത്ത സാമ്പാറാണ്. ഇന്നും അതിനൊരു മാറ്റമില്ല. സാമ്പാറിൽ സാധാരണ ഇത്രയുള്ള മുരിങ്ങാക്കോലല്ലേ ഇടാറ്, ഇവള് ഈ നീളമുള്ള മുരിങ്ങാക്കോല ഇടുള്ളൂ. എന്തിനാണെന്നറിയാമോ? തക്കം കിട്ടിയ എന്നെ തല്ലാൻ. സാമ്പാർ മാത്രമേ ഉള്ളൂ, വേണമെങ്കിൽ അതും കൂട്ടി അങ്ങ് ഉണ്ടാ മതി. നിങ്ങൾക്കറിയാമോ, പെണ്ണ് കാണാൻ ചെന്ന് ഇവളുടെ മോന്ത കണ്ടപ്പോഴേ ഞാൻ പറഞ്ഞാണ്, എൻ്റെ മോനെ നമുക്ക് ഈ കല്യാണം വേണ്ട. ഇവൾ ഈ കുടുംബത്ത് വന്നു കഴിഞ്ഞാൽ ഈ കുടുംബം മുടിപ്പിച്ച് കളയൊന്ന്. കേട്ടില്ല, അവൻ ഇവളുടെ തൊഴി വെളുപ്പിലങ്ങട് വീണ്. നീ ഇരിക്കണ രഞ്ജിനി കൊച്ചില്ലേ, ഈ കൊച്ച് എന്റെ മകനെ നിങ്ങൾ കണ്ടിട്ടുണ്ട് ആദ്യം? അയ്യോ, ഒന്ന് കാണണ്ടോ. എന്തൊരു മിടുക്കനാണെന്നറിയാമോ? ഒരു കലാകാരനാണ് അവൻ. പാട്ടുപാടും, ഡാൻസ് ചെയ്യും, മിമിക്രി ചെയ്യും, കഥാപ്രസംഗം ചെയ്യും. നീ ഇരിക്കണ രഞ്ജിനി കൊച്ച് അവനിൽ ആകർഷ്ടനായിട്ട് എന്നോട് പറഞ്ഞ്, മാമ ആ മകനെ ഒന്ന് വിട്ടു തരുമോന്ന്. കൊടുത്തില്ല മോളെ. അയ്യോ, അതെന്തിനാരെന്നറിയോ? അവരുടെ വീട്ടിലെ സെക്യൂരിറ്റി ആയിട്ടാ വിളിച്ചത്. ശരി, എന്തെങ്കിലും ആയിക്കോട്ടെ, അതാണ് സ്നേഹം. സ്നേഹം എന്ന് പറയുന്നത്. ഒരു മിനിറ്റ്. ആരാണ്? ചേട്ടൻ. ആ, അവനാണോ? ചൈനന്നാണ് വിളിക്കുന്നത്. ഹലോ. ഹലോ ചേട്ടാ, എന്നാ ചേട്ടാ വരുന്നേ? ഞാൻ വന്നടി, ഞാൻ എയർപോർട്ടിൽ നിന്ന് പോന്നതേ, വീടിന്റെ അടുത്തെത്താറായി. ഇപ്പൊ തന്നെ ഞാൻ വീട്ടിലെത്തും. അയ്യോ, വീട്ടിലെത്താറായോ? അയ്യോ ചേട്ടാ, ഞാൻ പറഞ്ഞ സാധനങ്ങളൊക്കെ കൊണ്ടുവന്നോ? ഞാൻ പറഞ്ഞ സാധനങ്ങളൊക്കെ കൊണ്ടുവന്നോ? നീ പറഞ്ഞ സാധനമൊക്കെ അവിടെ നിക്കട്ടെ. നീ അച്ഛന് ഫോണൊന്നുണ്ടോ? അച്ഛനുണ്ടോ അടുത്ത്? അച്ഛനുണ്ട് ഇവിടെ. ഒന്ന് കൊടുത്തേ. വേണ്ട, ചേട്ടൻ വന്നിട്ട് കൊടുത്താ മതി. ഞാൻ കൊടുത്താ പിന്നെ മരുമോള് തല്ലിന്ന് നാട്ടുകാരൊക്കെ പറയും. ഫോൺ ഒന്ന് കൊടുക്കാൻ. ഫോണോ? അത് വേണോ ഏട്ടാ? നോക്കിക്കോ. ഹലോ, അച്ഛനാടാ? അച്ഛാ, ഞാൻ അച്ഛനോട് പറഞ്ഞില്ലായിരുന്നോ അച്ഛനൊരു നല്ല സമ്മാനം ഞാൻ കൊണ്ടുവരുമെന്ന്? എന്താണ്? അച്ഛനൊരു ഗിഫ്റ്റ് കൊണ്ടുവരുമെന്ന് പറഞ്ഞില്ലായിരുന്നോ? കൊണ്ടുവന്നിട്ടുണ്ട് അച്ഛാ, അച്ഛന് വേണ്ടിട്ട്. ഒരു മിനിറ്റ്. അവൻ സ്വിഫ്റ്റ് കാർ കൊണ്ടുവന്നിട്ട്. ഒരു മിനിറ്റ് ചേട്ടാ, അവിടുന്ന് സ്വിഫ്റ്റ് കാർ കൊണ്ടുവന്നിട്ടുണ്ടോ? അയ്യോ, സ്വിഫ്റ്റ് അല്ലടി, ഒരു ഗിഫ്റ്റ്, ഒരു സമ്മാനം, ഒരു സർപ്രൈസ്. ഓക്കെ ഏട്ടാ, ചേട്ടൻ വേഗം ഒന്ന് വാ, എനിക്ക് കാണാൻ കൊതിയായി. വേഗം വാ. ശരി, ഓക്കെ. എന്തായി? അയ്യോ, ഗിഫ്റ്റാ കൊണ്ടുവരുന്നത്, അല്ലാതെ സ്വിഫ്റ്റ് അല്ല. കാറല്ലേ? അയ്യോ, കാറ് കയറി നടക്കാൻ പറ്റിയ ഒരു പ്രായം. അവനോട് കുറെ കാലമായി ഞാൻ പറഞ്ഞു എനിക്കൊരു കാറ് മേടിച്ചാടാന്ന്. അച്ഛാ, എന്റെ ചേട്ടൻ വരുന്നില്ലേ, ഞാൻ പോയി ചിക്കൻ കറി ഉണ്ടാക്കട്ടെ. നീ എന്തെങ്കിലും ഉണ്ടാക്കി. സാമ്പാറും കൂട്ടി ചോറും തരാം. നീ അങ്ങനെ ചെയ്യുള്ളൂ, എനിക്കറിയാടി. എന്തൊരു കഷ്ടം. നാരായണൻകുട്ടി വന്നല്ല. അതവിടെ കിടന്നോളൂ അച്ഛാ, ഇനി ബീലുള്ളതാണ്, ഉരുണ്ടു പോയതാണ്. എന്നൊക്കെ ഉണ്ട് അച്ഛന് വിശേഷങ്ങൾ? നല്ല വിശേഷങ്ങൾ. അവളെന്തേ? അവളകത്ത് നിനക്ക് എന്താണ്ട് ഉണ്ടാക്കണം. അവൾ എന്തേലും ഉണ്ടായിക്കോട്ടെ. ഞാൻ അച്ഛനോട് ഒരു വാക്ക് പറഞ്ഞിരുന്നു. അച്ഛന് ഞാനൊരു പ്രത്യേക ഗിഫ്റ്റ് ചൈനയിൽ നിന്ന് കൊണ്ടുവരുന്നു പറഞ്ഞില്ലേ? കൊണ്ടുവരട്ടെ, എടുക്കട്ടെ, അതെ, വിളിക്കട്ടെ അവരെ, കടന്നു വരൂ. കണ്ട, ഇതാണ് ഞാൻ അച്ഛന് കൊണ്ടുവന്ന. ഇത് നന്നായിടാ, നന്നായി. നിന്റെ തീരുമാനം നന്നായി. എന്താ? എത്ര കാലായി ഞാൻ പറഞ്ഞ അവളെ അങ്ങോട്ട് ഒഴിവാക്കിയിട്ട് വേറൊരു സാധനത്തിനെ കെട്ടാനായിട്ട്. ഇപ്പോഴെങ്കിലും നിനക്കത് തോന്നിയല്ല. എടാ, ആ മൂദേവി പോട്ടെ, നമുക്ക് ഈ ശ്രീദേവിനെ ഇങ്ങോട്ട് കൊണ്ടുവരാ. ഇത് എനിക്കല്ല, ഇത് അച്ഛനാണ്. എനിക്കാ? മോനെ, 35 വർഷം മുമ്പാണ് നിന്റെ അമ്മ അച്ഛനെ വിട്ടുപോയത്. അന്നോടിക്ക് അച്ഛൻ വേറൊരു സ്ത്രീയുടെ മുഖത്തും നോക്കിയിട്ടില്ല. എനിക്ക്
നിനക്ക് എങ്ങനെ തോന്നിയടാ? എന്നതാ അച്ഛനതിന് ഉൾക്കൊള്ളാൻ പറ്റുമെന്ന് തോന്നണണ്ട? എന്നാ അച്ഛൻ നിനക്ക് തോന്നണണ്ട? അല്ല എനിക്ക് മനസ്സിലാകുന്നില്ല അച്ഛൻ പറയുന്നത് എന്നാന്ന്. വേണ്ട, ഒന്നും ഇങ്ങോട്ട് പറയണ്ട. പിന്നെ നിങ്ങളൊക്കെ കൂടി നിർബന്ധിക്കുകയാണെങ്കിൽ ആ ഞാൻ തയ്യാറാണ്. എന്തിന്? കേട്ടാ? ആരെ കേട്ടെ? എനിക്കൊരു ജീവിതം. അച്ഛനാന്ന് വിചാരിക്കല്ലോ, ഒറ്റ ചെപ്പക്കുട്ടിയെ എന്തായാലും പറഞ്ഞേക്കാൻ കേട്ടോ. അച്ഛ ഇത് മനുഷ്യശ്രീ അല്ലത്, പിന്നെ ഇത് റോബോട്ടാണ്. റോബോട്ട്. റോബോട്ടാ? ആ റോബോട്ട് എന്ന് പറഞ്ഞാൽ അച്ഛന്റെ കാര്യങ്ങളൊക്കെ നടത്തി തരാൻ വേണ്ടിട്ട് റോബോട്ട്. അച്ഛന് മരുന്നെടുത്ത് തരും, അച്ഛന് ആഹാരം എടുത്ത് തരും, അച്ഛൻ ഉറങ്ങുവാണെങ്കിൽ ഉറക്കത്തിന് വിളിച്ചെണീപ്പിക്കും, അച്ഛൻ എവിടെയെങ്കിലും പോകണമെങ്കിൽ വഴി കാണിച്ചു തരും. അതിനു വേണ്ടി കൊണ്ടുവന്ന റോബോട്ടാണിത്. മനുഷ്യശ്രീ അല്ല. അല്ല. എന്താണ് ഈ സാധനത്തിന്റെ പേരെന്താണ്? ആൻഡ്രോയിഡ് കുഞ്ഞമ്മ. ആൻഡ്രോയിഡ് കുഞ്ഞമ്മ. ആൻഡ്രോയിഡ്. എനിക്ക് ഈ പേരൊന്നും അങ്ങോട്ട് പിടിക്കണില്ല. എനിക്ക് ഈ പേര് ഇഷ്ടമല്ല. ഞാൻ പിങ്കി മോളിന്റെ വിളിക്കുള്ളൂ. അച്ഛ അങ്ങനെ വിളിച്ചാൽ അത് വിളി കേൾക്കുകയില്ല, അത് സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന. ആദ്യം പറഞ്ഞു നീ പോടാ അവിടുന്ന്. പിങ്കി അത് സെറ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. ഓക്കെ 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 ഓക്കെ. പിങ്കി നാക്കണമെങ്കിൽ ഞാൻ ഇതിൽ അടിച്ച് സെറ്റ് ചെയ്യണം. പിങ്കി നാക്കി, എനിക്ക് പിങ്കിയെ ചേരുള്ളൂ. പിങ്കി പിങ്കി പിങ്കി. I am Pinky. ഓക്കെ 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 ഓക്കെ. എവിടെയെങ്കിലും നിർത്താൻ അല്ലെങ്കിൽ പോവും. പോയി അങ്ങോട്ട് പോകും. എല്ലാം സ്വിച്ചാണ്. അതെല്ലേ? എന്റെ പേരിൽ അവിടെ ചെന്ന് തൊട്ടാലേ അവള് നിൽക്കുള്ളത്. ഇനി അച്ഛൻ എന്തെങ്കിലും ചോദിക്കാനുണ്ടെങ്കിൽ പറയാനുണ്ടെങ്കിൽ ചോദിക്കും. എടാ ഇവള് പണിയൊക്കെ എടുക്കൂടാ, എനിക്ക് തോന്നണില്ലട്ടാ. എന്റെ പൊന്നച്ഛാ, പണിയെടുത്താണ് ഈ പരുവായിട്ടിരിക്കുന്നത്. നേരത്തെ ഇത്ര ഉണ്ടായിരുന്നാണ്. അതെ, പിന്നെ അതേപോലെ കഷ്ടപ്പെടുന്ന റോബോട്ടല്ലേ ഇത്. എന്തായാലും നിന്റെ കെട്ടികളുടെ മുമ്പിൽ ചെല്ലണ്ട. അവള് മുരിങ്ങാക്കോലാണെന്ന് പറഞ്ഞ് ഇതിനെടുത്ത് സാമ്പാറിന് എടുത്തിട്ടു. അതൊന്നുമില്ല കേട്ടോ. നമസ്കാരം ഒന്ന് പറഞ്ഞേ. നമസ്കാരം ചേട്ടാ. എത്ര നാളായിട്ട് കണ്ടിട്ട്. കണ്ടാ കൊണ്ടുവന്നതാണ്, നോക്ക്. ഞാൻ കൊണ്ടുവന്നാ ചൈനന്ന് പെണ്ണുപിള്ളയും കൊണ്ട് വന്നേക്കുന്നു. ചൈനന്ന് പെണ്ണ് കെട്ടിക്കൊണ്ട് വന്നേക്കുന്നു നിങ്ങള്. അച്ഛനെ നോക്കി ഞാനിവിടെ നിന്നതാണ്. എന്നിട്ട് നിങ്ങള് ചൈനന്ന് ഒരു പെണ്ണിനെ കെട്ടിക്കൊണ്ട് വന്നേക്കുന്നത്. ഇറങ്ങിപ്പോടി, ഇറങ്ങിപ്പോടി എന്റെ വീട്ടിൽ നിന്ന്. മുടിഞ്ഞവളെ, അത് പെണ്ണല്ല, റോബോട്ടാണ്. അച്ഛന്റെ സഹായത്തിന് വേണ്ടി കൊണ്ടുവന്ന റോബോട്ടാണത്. അപമാനിച്ചു കഴിഞ്ഞെങ്കിൽ ഞാൻ പോയിക്കോട്ടെ. കണ്ടോ, അപമാനിച്ച് അന്നേരം ഫീൽ ചെയ്ത് ഇറങ്ങി പോകുന്നത്. അതുകൊണ്ട് കണ്ടാതിക്കണം. ശരിക്കും റോബോട്ടാണ് ഏട്ടാ? ശരിക്കും റോബോട്ടാണ്. അച്ഛന്റെ കാര്യങ്ങളൊക്കെ നടത്താൻ വേണ്ടിട്ട് കൊണ്ടുവന്ന ഒരു റോബോട്ടാണിത്. അയ്യോ, എനിക്ക് അങ്ങോട്ട് വിശ്വസിക്കാൻ പറ്റുന്നില്ല. ഞാനൊരു കാര്യം പറയട്ടെ, എനിക്ക് ഇതിനങ്ങോട്ട് ആസ്പെക്ട് ചെയ്യാൻ പറ്റണില്ലടാ. ആസ്പെക്റ്റോ? അല്ല, ഉൾക്കൊള്ളാനായിട്ടേ. അതിനെ പറ്റാത്ത എനിക്കൊരു പെണ്ണ് മതി. എടാ നീ ഇന്ന് ഇവളെയും കൊണ്ട് ചൈനക്ക് അങ്ങോട്ട് പോകും. ഞാൻ ഇവളെ കൊണ്ട് ചൈനക്ക് പോകും. പിന്നെ എനിക്കൊരു തൂണും തുണയൊക്കെ വേണ്ടടാ. അതിന് ഇത് പോരെ? എനിക്കൊരിക്കലും ഉൾക്കൊള്ളാൻ പറ്റില്ല. എനിക്കൊരു പെണ്ണ് മതി. അച്ഛാ, ഇതിനെ കൊണ്ട് അഡ്ജസ്റ്റ് ചെയ്യ്. എനിക്ക് പറ്റൂല. പറ്റണം. എടാ ഞാനൊരു മനുഷ്യനാണ്, ഇതെന്താണ് ഈ പറയണത്? പിന്നെ ഞാൻ ഇതന്നെ എടുക്കും. നീ ആർക്കെങ്കിലും കൊടുക്കുക. എനിക്ക് ഇവിടെ ഇത് ആർക്ക് കൊടുക്കാനായിട്ടാണ്? ഇത് ആരാ എടുക്കുന്നതിന്? അപമാനിച്ചു കഴിഞ്ഞെങ്കിൽ ഞാൻ പോയിക്കോട്ടെ. ചേട്ടാ, ഒരാളുണ്ട് ഇങ്ങനത്തെ റോബോട്ടൊക്കെ എടുക്കുന്ന ഒരാള്. ഓ, സുരാജ് ഏട്ടൻ. ശരിയാണല്ലോ, പുള്ളിക്ക് ഇതിനോടുള്ള കാര്യങ്ങൾക്കൊക്കെ ഒരു താല്പര്യമാണല്ലോ. എന്നാ ചോദിച്ചു നോക്കടാ. ഈ ആൻഡ്രോയിഡ് കുഞ്ഞമ്മ, സോറി പിങ്കി മോളെ എടുക്കാവോ? സുരാജേട്ടന്റെ കാര്യങ്ങൾക്ക് ഷൂട്ടിങ്ങിന് പോകാനും വിളിച്ചെണീപ്പിക്കാനും കാര്യങ്ങളൊക്കെ നോക്കാനും പൈസകൾ എണ്ണി വെക്കാനും എല്ലാത്തിനും കൂടെ നിർത്തും. പക്ഷെ ചതിക്കുകയല്ലോ ഒരിക്കലും. അതേപോലെ കൂടെ നിർത്താം. അല്ല, എനിക്ക് ഇത് വേണമെന്നില്ല. അല്ല, എനിക്കിത് തിരിച്ച് കൊണ്ടുപോകാൻ പറ്റിയല്ലേ, അതുകൊണ്ടാണ്. നിസ്സാര വിലക്കാൻ തരാം. അവിടെ കൊടുത്ത പൈസ ഒന്നും എനിക്ക് തരണ്ട. ശരി, അങ്ങനെയാണെങ്കിൽ എനിക്കിപ്പോ ഇത് ക്ലിയർ ആണോ എന്നുള്ള അറിയണം. ക്ലിയർ ആണ്. അല്ല, അതിന് എനിക്ക് എന്റെ ഡൗട്ടുകൾ തീർക്കണം. ഡൗട്ടുകൾ തീർത്തിട്ട് എടുത്താൽ മതി. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഞാനൊരു ചോദ്യം ചോദിക്കാം. അതിന് കറക്റ്റ് ആയിട്ട് ആൻസർ പറയുകയാണെങ്കിൽ ഈ ആൻഡ്രോയിഡ് കുഞ്ഞമ്മയെ ഞാൻ എടുത്തോ. ഓക്കെ, പറയോ പറയോ പറഞ്ഞോണം. ഞാൻ പറയും, ഞാൻ പറയും, ഞാൻ പറയും. ചോദിച്ചോ. അതായത് ഒരു കിണറ്റിൽ നിന്ന് ഒരു സ്ത്രീ 10 മിനിറ്റ് കൊണ്ട് 5 ബക്കറ്റ് വെള്ളം കോരും. അങ്ങനെയാണെങ്കിൽ 3 സ്ത്രീകൾ അതേ കിണറ്റിൽ നിന്ന് 10 മിനിറ്റ് കൊണ്ട് എത്ര തൊട്ടി വെള്ളം കോരും? ഒന്നും കോരില്ല, ഒന്നും ചെയ്യില്ല. ഒന്നും കോരില്ല. അതെങ്ങനെയാണ്? അത് തെറ്റല്ലേ? ഒരു സ്ത്രീ 10 മിനിറ്റിൽ 5 ബക്കറ്റ് വെള്ളം കോരും. അതേ കിണറ്റിൽ നിന്ന് തന്നെ 3 സ്ത്രീകള് എത്ര 10 മിനിറ്റ് കൊണ്ട് എത്ര തൊട്ടി വെള്ളം കോരും?
ഒന്നും കോരില്ല. കറക്റ്റാണ്. ഒന്നും കോരില്ല. അത് തെറ്റാണ്. ആ, ശരിയാണാ പറഞ്ഞത്. അതെങ്ങനെ ശരിയാവും? ഒരു കിണറ്റിന്റെ ചോട്ടില് ആ. 4-5 പെണ്ണുങ്ങൾ കൂടി കഴിഞ്ഞാൽ അവര് വെള്ളം കോരുവോ? അവിടെ നിന്ന് നാട്ടുകാരെ കുറ്റവും കുറവും കവർത്താനും ഒക്കെ പറഞ്ഞെങ്കിൽ തീരെയല്ലേ? സംശയം ഉണ്ടെങ്കിൽ അങ്ങോട്ട് ചോദിച്ചാൽ കറക്റ്റല്ലേ? അപ്പൊ റോബർട്ട് തെറ്റിയിട്ടില്ല. ഓക്കെ, ഇനി ഒരു ചോദ്യം ഞാൻ ചോദിക്കാം. ചോദിക്കും. വെള്ളത്തിൽ അലിയുന്ന പൂ ഏതാണ്? ഷാംപൂ. ഷാംപൂ. ഷാമ്പു പോകുമല്ലോ. അതേ ഉദ്ദേശിച്ചത് തന്നെയാണോ? അല്ല, ചുമ്മാ സമയം പോകാൻ വേണ്ടി എന്താ ചോദിച്ചെന്നേ ഉള്ളൂ. നവാസ് ഒരു ചോദ്യം ചോദിച്ചു പറയും. ഡിഫറെന്റ് ആയിട്ടുള്ള ചോദ്യം. ആ, അതാണ് വേണ്ടത്. കൂട് കൂട്ടാത്ത പക്ഷി. കോഴി. കോഴിയോ? ആ, കോഴി. കുയിലല്ലേ? ആ, കുയിലല്ലെന്നേ, കോഴിയാന്നേ. കോഴി കൂട് കൂട്ടത്തില്ലല്ലോ. നമ്മൾ ആശാരി വിളിച്ച് കോഴിക്കൂട് ഉണ്ടാക്കി കൊടുത്തിട്ടല്ല അതിന്റെ അത് അപ്പൊ കറക്റ്റാണ്. നീ എടുക്കാവല്ലോ അല്ലേ? അയ്യോ, വേണ്ട. എനിക്ക് ഇത് പറ്റൂല കേട്ടോ. അല്ല, നല്ലത് എടുക്ക്. അല്ല, കുറച്ച് വിദ്യാഭ്യാസത്തിന്റെ കുറവുണ്ട് അതിന്. അല്ല, നിങ്ങൾ ആശയസ ചോദ്യം ചോദിച്ചു, ആശയസ മറുപടി അത് പറഞ്ഞല്ലോ. പിന്നെ എന്താ വിദ്യാഭ്യാസത്തിന് കുറവ്? അല്ല, അത് കറക്റ്റ് അല്ല, ആൻസർ കറക്റ്റ് അല്ല. എടാ എന്നാ വിദ്യാഭ്യാസത്തിന്റെ കുറവുണ്ട്, വല്ല ട്യൂഷന് വിടറാവളാ. ഇതിനെയോ? ആ. ഇവിടെ എവിടെ ട്യൂഷൻ വിടാനായിട്ട്? ട്യൂഷന് വിട്ട് പഠിച്ച് മിടിക്കായി കഴിഞ്ഞാൽ സാധനത്തിന് എടുത്തോളൂ. ഞാൻ എടുത്തോളാം. അന്നേരം വാക്ക് പറയരുത്. ഇല്ല. ഉറപ്പാണോ? ഓക്കെ. ട്യൂഷന് വിടറാ. ആരെ അടുത്ത് വിടും? എടാ നമ്മുടെ ആ, ആ റിട്ടയർഡ് പട്ടാളക്കാരനല്ലടാ. ആ, പട്ടാളക്കാരൻ മറ്റേ മറ്റേയാള്. ചേരൻ ചേട്ടൻ. ആ ആ. ചേരൻ ചേട്ടന്റെ വീട്ടിൽ കുറെ പെൺപിള്ളേർക്കൊക്കെ ട്യൂഷൻ എടുക്കുന്നുണ്ട്. ആ കൂട്ടത്തിൽ വിട് പഠിക്കട്ടെ, പഠിച്ച് ക്ലിയർ ആവട്ടെ. ആയിക്കോട്ടെ, അത് കഴിഞ്ഞ് വന്നാൽ എടുത്തോണം. എടുക്കും. വാക്ക് മാറ്റരുത്. ഇല്ല. ഓക്കെ. റിട്ടയർഡ് പട്ടാളക്കാരൻ ശേഖരൻ ട്യൂഷൻ പൊക്കോ. പോവോ? അങ്ങനെ പോവോ? അതൊക്കെ തന്നെ ഞാൻ അല്ല കൺട്രോൾ ചെയ്ത് വിടുന്നില്ലേ. അപ്പോ കണ്ട പോയിട്ടോ. ഇനി നല്ല വിശപ്പുണ്ട്, എന്തെങ്കിലും കഴിക്കാൻ തരികയാണ് തിന്നാ. അതിനു മുമ്പ് ഒരു കാര്യം ചെയ്യട്ടെ. ചോദിക്കേ. ഈ ചൈനയിൽ നിന്ന് വന്നിട്ട് എനിക്കൊന്നും കൊണ്ടുവന്നില്ലേ? നിനക്ക് തരാടി ആണ്ട് പെട്ടിയിരിക്കുന്ന അതിന്റെ അകത്തുണ്ട് നിനക്ക് വേണ്ട സാധനങ്ങളൊക്കെ. ഈ സമ്പാദിച്ച് 5 ലക്ഷം രൂപയും കണ്ട് ആർക്കാണ്ട് കടം കൊടുത്തു എന്ന് പറഞ്ഞില്ലേ? ആ, ചൈനയിൽ ഒരുത്തന്നെ ഞാൻ 5 ലക്ഷം രൂപ കടം കൊടുത്തായിരുന്നു. എന്നിട്ട് ഇതേവരെ കിട്ടിയിട്ടില്ല. അത് എത്ര കാലമായി നീ കൊടുത്തിട്ട്? എങ്ങനെ കിട്ടാനായിട്ടാണ്? കൊടുത്തവന്റെ അവിടെ ഉള്ളവരുടെ എല്ലാവരുടെയും മുഖം ഒരേപോലെ ഇരിക്കും. ഞാൻ ചേട്ടാ ആരോട് ചോദിക്കും? ചൈനക്കാരുടെ മുഖമല്ലേ, അതുകൊണ്ട് കൊടുത്ത ആളുടെ മുഖം അങ്ങ് വിട്ടുപോയി. സാരയില്ല, അവന് ഞാൻ തപ്പി പിടിച്ചെടുത്തോളാം. നീ ബാഗ് എടുക്കും. എടി സമയം കളയില്ല, നമുക്ക് എന്തെങ്കിലും കഴിക്കാം. ബാഗ് എടുക്കടി. ഇന്ന് സാമ്പാർ തന്നെയാണോ അച്ഛാ? ആ, അത് തന്നെ. സാമ്പാർ. ചേട്ടന് ചിക്കൻ ഉണ്ട് ചേട്ടാ. ആ, അത് മതി. അച്ഛന് സാമ്പാർ. അച്ഛന് സാമ്പാർ. അച്ഛനെ കാശ് കൊടുത്ത് മേടിച്ചേക്കണാണല്ലോ. ആ, അതെ. 4 ട്യൂഷന് വിട്ട പെങ്കൊച്ചി ഇതേവരെ കണ്ടില്ല. എടാ നാരായണോ. ഓയ് പിന്നെ അച്ഛാ. എടാ നമ്മുടെ പിങ്കി മോള് ട്യൂഷനുമായിട്ട് ഇതേവരെ വന്നില്ല. എവിടെയാ അവള്? ആ, അത് വന്നോളൂ വന്നേ. എന്താണ് ഈ പറയണത്? എത്ര സമയമായി അവള് പോയിട്ട്? വിളിച്ചു ചോദിക്കണം. ഒന്ന് വിളിച്ചു ചോദിച്ചേ. അല്ല, നീ വിളിക്കൊന്നും വേണ്ട, നീ ഒന്ന് അങ്ങോട്ട് ചെല്ലി. ഓ ശരി, എന്നാ ഞാൻ പോയി തപ്പിട്ട് വരാം. അയാളുടെ വീട് വരെ നീ ഒന്ന് ചെല്ലി. ഓക്കെ ഓക്കെ. ഇനി വഴിയിൽ ആരെങ്കിലും ആയിട്ട് ഒന്ന് വർത്താനം പറഞ്ഞ് നിൽക്കണമെന്നാവോ? ദേ മാഷ് വരുന്നുണ്ടല്ലോ. നീയുറങ്ങിയോ നിലാവേ, മഴ നിലാവേ, പെയ്തിറങ്ങി വാ തുളുമ്പും മിഴിതലോടാ ഒരു അല്ല മാഷെ, പിങ്കി മോൾ അങ്ങോട്ട് ട്യൂഷന് വന്നായിരുന്നു, കണ്ടില്ല. ട്യൂഷൻ വന്നിരുന്നു. ആ, ഞാൻ പറയുന്നത് കേട്ടിട്ട് നിങ്ങൾ എങ്ങനെ റിയാക്ട് ചെയ്യും എന്ന് എനിക്കറിയില്ല. അതെങ്ങനെയാലും ഞങ്ങൾ റിയാക്ട് ചെയ്തോളാം. പിങ്കി മോൾ എന്തി അത് പറ. പിങ്കി മോൾ അവിടെ ട്യൂഷൻ വന്നിരുന്നു. എല്ലാ കുട്ടികളും ട്യൂഷന് പോയതിനു ശേഷം വീണ്ടും പിങ്കി മോൾ മഴ തന്നെ അവിടെ വന്നിരുന്നു. അത് മഴ നനഞ്ഞാൽ അവരുടെ ഈ സിസ്റ്റം കേടായിപ്പോ, അതുകൊണ്ടായിരിക്കും ചിലപ്പോ. അതായത് ഒരു 5:30 കഴിഞ്ഞാല് ഞാൻ എന്റെ സ്വകാര്യതയിലേക്കും കടക്കും. മനസ്സിലായില്ല. അതായത് എന്റെ കൊച്ചു കൊച്ചു കുസൃതികളിലേക്ക് ഞാനും കിടക്കും. അതാണ് അങ്ങനെ. എങ്ങനെ പിങ്കി പിങ്കി മോൾ എന്തിയേ അത് പറ. വേലായുധ, ആ, വേറെ ആളുടെ വേലായുധ. ചാക്കൊക്കെ ആയിട്ട് എനിക്ക് മനസ്സിലാവും. ഇവിടെ എന്തുവാ ഇത്? ഇവളൊന്ന് ഉറക്കെ കരഞ്ഞിരുന്നുവെങ്കിൽ, ഒന്ന് നിലവിളിച്ചിരുന്നുവെങ്കിൽ, ആ നിമിഷം ഞാൻ ഉടനെ മാധവൻകുട്ടി, ആ നിമിഷം ഞാൻ ഉടനെ. ഇത് ആരാണിത്? പിങ്കി മോള്.